Welcome back to Bosco Campus Vision. This is the 27th lecture of Web Design and Production for Business. Topic HTML list part 1. HTML lists are used to specify lists of information. All lists may contain one or more list elements. There are three different types of HTML list. First one, ordered list or numbered list. Second one, unordered list or bulleted list. Then description list or definition list, and the last one is nesting list. കുറേ ഇൻഫോർമേഷൻസിനെ നമുക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ HTML ലിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുന്നത്. അത് ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഉണ്ട്. ഇവയെല്ലാം നെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെസ്റ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് HTML ordered list or numbered list. In the ordered list, all the list items are marked with numbers by default. It is known as numbered list. The ordered list starts with OL tag and ends with closing OL tag. And the list items start with LI tag. ശ്രദ്ധിച്ചേ, അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടൻസ് ഒരു ലിസ്റ്റ് ഫോമാറ്റിൽ വരാൻ വേണ്ടിയിട്ട്, അതായത് നമ്പേർഡ് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OL എന്നുള്ള ടാഗ്, അതായത് OL മീൻസ് ഓർഡേർഡ് ലിസ്റ്റ്. അത് ഓപ്പണിംഗ് ടാഗുമുണ്ട്, ക്ലോസിംഗ് ടാഗുമുണ്ട്. അതൊരു കണ്ടെയ്നർ ടാഗാണ്. OL എന്നുള്ള ടാഗാണ്, അതായത് ഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ള ടാഗിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് OLഉം ക്ലോസിംഗ് OLഉം ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ഓയിലിൻ്റെ അകത്തായിട്ട്, അതായത് ഓപ്പണിങ്ങിൻ്റെ ക്ലോസിങ്ങിൻ്റെ അകത്തായിട്ടാണ് LIക്കകത്ത്, ലിസ്റ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് LI എന്നുള്ളതിൻ്റെ അകത്താണ് നമ്മൾ കണ്ടൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. LI എന്ന് പറയുന്നത് എന്താണ്? ഒരു MD ടാഗാണ്. ടൈപ്പ് എന്ന് പറഞ്ഞതും സ്റ്റാർട്ട് എന്ന് പറഞ്ഞ രണ്ട് ആട്രിബ്യൂട്ട്സാണ് ഓയിൽ ടാഗിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ ഫോമാറ്റിലാണ് വേണ്ടതെന്നുള്ളതും, സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആട്രിബ്യൂട്ട്സ്, രണ്ട് ആട്രിബ്യൂട്ട്സ് നമ്മൾ കൊടുക്കുന്നത്. The type attribute indicates the type of ordering in ordered list, and also the start attribute specifies the starting number of the list items. So ഈ ടേബിൾ ശ്രദ്ധിച്ചേ, ഇതിൻ്റെ അകത്താണ് നമ്മൾ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഓയിൽ ടാഗിൻ്റെ അകത്ത് ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ന്യൂമറിക് ലെറ്റേഴ്സ്, അതായത് അറബിക് ന്യൂമറൽസിൻ്റെ അകത്ത് 1 എന്നാണ്, ടൈപ്പ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കുന്നതെങ്കിൽ 1, 2, 3 എന്നുള്ള ആ ഫോമാറ്റിൽ നമ്പേഴ്സ് കിട്ടും. അതായത് ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ആ ടൈപ്പ് അറബിക് ന്യൂമറൽസിലായിരിക്കും വരുന്നത്. നമ്മൾ സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ നമ്പർ തൊട്ടായിരിക്കും ഈ അറബിക് ന്യൂമറൽസ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ടൈപ്പിൻ്റെ അകത്ത് അതിൻ്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. സ്റ്റാർട്ടിൻ്റെ അകത്ത് ഏത് നമ്പർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ലെറ്റർ A. അതായത് ടൈപ്പ് എന്നുള്ള ഓയിൽ ടാഗിൻ്റെ അകത്ത് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്താൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഫോമാറ്റിലായിരിക്കും ആ ലിസ്റ്റ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അതായത് ABCD എന്നുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ. ഇനി നമുക്ക് സ്റ്റാർട്ട് പറഞ്ഞു കൊടുക്കാം. സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ നമ്പർ പറഞ്ഞു കൊടുത്താൽ ABCD ആ നമ്പർ തൊട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും? B തൊട്ടായിരിക്കും പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പിന്നെ ലിസ്റ്റ് വരുന്നത് BCDE അങ്ങനെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അറബിക് ന്യൂമറൽസിലും ക്യാപിറ്റൽ ലെറ്റേഴ്സിലും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇനി നോക്കിയേ, സ്മോൾ ലെറ്റർ A, അതായത് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് നമ്മൾ സ്മോൾ ലെറ്റർ A എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ABCD എന്നുള്ള ലിസ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ നമ്പർ ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ സ്മോൾ ലെറ്റർ ആൽഫബറ്റിൻ്റെ അകത്തായിരിക്കും എങ്ങനെയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു 2 എന്നാണോ അല്ലെ 3 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും? C തൊട്ടായിരിക്കും വരുന്നത്. CDE എന്നുള്ള ഫോമാറ്റിലായിരിക്കും നമ്മുടെ സ്മോൾ ലെറ്റേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ലാർജ് റോമൻ ന്യൂമറൽസ്, അതായത് ലാർജ് ന്യൂമറൽസിൽ 1, 2, 3, 4, 5 എന്ന് വരാൻ വേണ്ടി ക്യാപിറ്റൽ ലെറ്റർ I ആണ് കൊടുക്കുന്നത് ടൈപ്പിൻ്റെ അകത്ത്. ഇതുപോലെ തന്നെ സ്റ്റാർട്ടിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്ത് നമ്പർ കൊടുക്കുകയാണെങ്കിൽ അവിടെ തൊട്ടായിരിക്കും പിന്നെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നത്.
ദെൻ സ്മോൾ റോമൻ ന്യൂമറൽസ്, അതായത് സ്മോൾ ലെറ്റർ ഐ കൊടുക്കുകയാണെങ്കിൽ, ടൈപ്പിൻ്റെ അകത്ത് സ്മോൾ ലെറ്റർ ഐ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, സ്മോൾ റോമൻ ന്യൂമറൽസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് പ്രിൻ്റ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എത്ര തൊട്ട് സ്റ്റാർട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ പൊസിഷൻ തൊട്ടായിരിക്കും പിന്നീടുള്ള ലിസ്റ്റിൽ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പം ഏതൊക്കെയാണ്? അറബിക് ന്യൂമറൽസ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ലാർജ് റോമൻ നമ്പേഴ്സ്, സ്മോൾ റോമൻ നമ്പേഴ്സ്. ഇത്രയായിരിക്കും നമ്മൾ OL ടാഗിൻ്റെ അകത്ത് ടൈപ്പും അതുപോലെ തന്നെ സ്റ്റാർട്ടും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം OL എന്നുള്ളത് ഓർഡേർഡ് ലിസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഓപ്പണിങ്ങും ഒരു ക്ലോസിങ്ങും ടാഗ് അതിനുണ്ട്. പിന്നെ എന്താണ്, അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് LI എന്നുള്ള ടാഗ്, LI എന്നുള്ള ടാഗാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഓരോ LI ടാഗിൻ്റെ അകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കണ്ടൻറ്റുകൾ കൊടുക്കും ഓരോ LIക്കകത്ത്. അന്നേരം എന്ത് ചെയ്തു, ഇത് ലിസ്റ്റ് ചെയ്ത് ആ കണ്ടൻറ്റ്സ് ഓരോന്നിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, വരുന്നു. നെക്സ്റ്റ് വൺ, അൺഓർഡേർഡ് ലിസ്റ്റ് ഓർ ബുള്ളറ്റഡ് മാർക്സ്. അതായത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് നമ്പർ ഒരു സീരീസിലൊന്നും അല്ല വരേണ്ടത്, ചില ബുള്ളറ്റ് മാർക്സിലൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അൺഓർഡേർഡ് ലിസ്റ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് സർക്കിളിലോ ടിക്ക് മാർക്കിലോ ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ നമുക്കത് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. നോക്കിയേ, അൺഓർഡേർഡ് ലിസ്റ്റ് അറേഞ്ചസ് ദ ഐറ്റം വിത്ത് ബുള്ളറ്റഡ് മാർക്സ്. ബുള്ളറ്റഡ് മാർക്കിലായിരിക്കും ഇതിൻ്റെ ലിസ്റ്റ്, ഈ അൺഓർഡേർഡ് ലിസ്റ്റ് പ്രസൻ്റ് ആവുന്നത്. നമ്മൾ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞു എന്താണ്, സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ അവിടെ തൊട്ട് കണ്ടിന്യൂസ് ഒരു സീക്വൻസ് ആയിട്ടായിരിക്കും നമ്പേഴ്സോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സോ റോമൻ നമ്പേഴ്സിലോ ആയിരിക്കും അത് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്താണെങ്കിൽ എന്തായിരിക്കും, ബുള്ളറ്റഡ് മാർക്സിലായിരിക്കും ഇത് ക്രിയേറ്റ് ആവുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ് ആർ ക്രിയേറ്റഡ് ബിറ്റ്വീൻ UL ടാഗ്, അതായത് അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UL ടാഗാണ്. ഓപ്പണിംഗ് ULഉം ഉണ്ട്, ക്ലോസിംഗ് ULഉം ഉണ്ട്. ആൻഡ് ഓൾസോ ലിസ്റ്റ് ഐറ്റംസ് ആർ സ്പെസിഫൈഡ് ബൈ LI ടാഗ്. LI ടാഗിലായിരിക്കും ഇതിൻ്റെ ലിസ്റ്റ്, അതായത് നമ്മൾ ഓരോ ലിസ്റ്റായിട്ടല്ലേ കൊടുക്കുന്ന, ഓരോ കണ്ടൻറ്റ് കൊടുക്കുന്നതിനും ഓരോ ലിസ്റ്റിൻ്റെ അകത്തായിരിക്കും ഇത് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? LI ഓറഞ്ച്, അതുപോലെ തന്നെ LI ആപ്പിൾ, LI ബനാന, ഇങ്ങനെ ഓരോ കണ്ടൻ്റായിട്ടായിരിക്കും കൊടുക്കുന്നത്. The bullet type of the list items can be changed using type attribute of UL tag. It can take values square, circle or disk. The default type is disk. അതായത് ഡീഫോൾട്ടായിട്ട് ഒരു ബുള്ളറ്റ് കിടക്കുന്ന ഡിസ്ക് ഷേപ്പിലുള്ളതായിരിക്കും. ഇനി നിങ്ങൾക്കത് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ULൻ്റെ അകത്ത് ULൻ്റെ അതായത് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഇപ്പുറമായിട്ടായിരിക്കും നമ്മൾ ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം UL ടൈപ്പ് ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഒന്നുകിൽ സ്ക്വയറിനോ സർക്കിളിനോ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ബുള്ളറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നതുകൊണ്ട് ഡീഫോൾട്ടായിട്ട് ഏതെല്ലാം കിടക്കുന്നത് ഡിസ്ക്. നിങ്ങൾ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഡീഫോൾട്ടായിട്ട് ആ ഡിസ്കിൽ വന്ന് കിടക്കും. അതൊന്ന് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഇസ് ഈക്വൽ ടു സ്ക്വയറിനോ സർക്കിളിനോ കൊടുക്കുന്നത്. അപ്പം ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി OL എന്നുള്ള ടാഗും അൺഓർഡേർഡ് ലിസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UL എന്നുള്ള ടാഗും യൂസ് ചെയ്യുന്നു. ഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ടൈപ്പും അതുപോലെ തന്നെ സ്റ്റാർട്ടും. അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് HTML ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഓർ ഡെഫിനിഷൻ ലിസ്റ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് definition list where entries are listed like a dictionary or encyclopedia. The definition list is very appropriate when you want to present glossary, list of terms or other name value list. The HTML definition list contains the following 3 tags. First one, DL tag, it defines the start of the list. Then DT tag, it defines the definition term, and also DD tag, it defines the term definition or term description. Okay, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ഡെഫിനിഷൻസ് ഒക്കെ എഴുതുന്നത് പ്രത്യേക സ്റ്റൈലിലായിരിക്കും. അങ്ങനെയുള്ള നമ്മുടെ ഡെഫിനിഷൻസ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മറ്റേത് പറഞ്ഞ് ലിസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊരു പർട്ടിക്കുലർ ഫോമാറ്റിൽ ഡെഫിനിഷനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റേ ഓർഡേർഡ് ലിസ്റ്റിലും അൺഓർഡേർഡ് ലിസ്റ്റിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ടാഗാണ് DL എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? DL എന്ന് പറഞ്ഞ ടാഗാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടാഗ്. അതുപോലെ തന്നെ ക്ലോസിങ്ങും ഉണ്ട് DL.
അതുപോലെ ഡി ടി സ്പെസിഫൈ ചെയ്യുന്നത് ഡെഫിനിഷൻ ടേമിനെ സ്പെസിഫൈ ഡി ടി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ എന്നുള്ള ഒരു വേർഡാണ് നിങ്ങൾ ടേം ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ഡി ടി എന്നുള്ള ഓപ്പണിംഗ് ടാഗിൻ്റെ അകത്ത് അത് കഴിഞ്ഞ ശേഷം കമ്പ്യൂട്ടർ കൊടുത്തു, അത് കഴിഞ്ഞ ശേഷം ഈ ഡി ടി ക്ലോസ് ചെയ്യണം. മനസ്സിലാവുന്നതുകൊണ്ട് ആ ഡെഫിനിഷൻ ടേം സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ആ ടേമിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് ഡി ഡി, അതായത് ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി ഡി, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ക്ലോസിങ് എന്താണ് ഡി ഡി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ ഡി ടിക്കകത്ത് നമ്മൾ ടേം സ്പെസിഫൈ ചെയ്ത് കൊടുത്ത ശേഷം ഡി ഡി ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത ശേഷം ഡി ഡി എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതായത് നമ്മൾ പറഞ്ഞ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്തും അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ അകത്തും ആ ലിസ്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി LI എന്നുള്ള ടാഗാണ് യൂസ് ചെയ്തതെങ്കിൽ നമ്മൾ DL എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ലിസ്റ്റിൻ്റെ അകത്ത് DT DD ഉള്ള ടാഗുകളാണ് യൂസ് ചെയ്യുന്നത്, ടേമിനെയും ഡിസ്ക്രിപ്ഷനെയും കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ലാബിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ നമ്പേർഡ് ലിസ്റ്റിൻ്റെയൊക്കെ പ്രോഗ്രാംസൊക്കെ ചോദിക്കാറുണ്ട്. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാലും നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ നെയിമോ അല്ലെങ്കിൽ എന്തൊക്കെ കോഴ്സസ് ഉണ്ടെന്നൊക്കെ നമ്മൾ ബുള്ളറ്റഡ് ലിസ്റ്റിലോ അല്ലെങ്കിൽ നമ്പേർഡ് ലിസ്റ്റിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഇതുവരെ പഠിച്ചത് ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് OL എന്നുള്ള ടാഗ്, അൺഓർഡേർഡ് ലിസ്റ്റിനെ UL എന്നുള്ള ടാഗും അതുപോലെ തന്നെ ഡെഫിനിഷൻ ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DL എന്നുള്ള ടാഗുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയുള്ള അടുത്ത ലെക്ചറിൻ്റെ അകത്ത് നെസ്റ്റഡ് ലിസ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് കഴിഞ്ഞ ശേഷം ഈ ലിസ്റ്റുകളുടെ ഒരു ഡെമോയും കൂടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പം ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് എഴുതേണ്ടത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ HTML ലിസ്റ്റ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ HTML ലിസ്റ്റ്. ഇന്നത്തെ ലെക്ചറിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ് ഇത്രയും മാത്രം എഴുതിയാൽ മതി. അടുത്ത ലെക്ചറിൻ്റെ അകത്താണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത ലെക്ചറിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ അകത്തൊന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ആഡ് ചെയ്തിരുന്നാൽ മതി.